വീട് പണിയുന്ന സമയത്ത് സ്റ്റെയർകേസിന് താഴെ ഈ ഒരു ഏരിയ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ടൈലാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് തീമാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് ശേഷം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് സ്റ്റെയർകേസ്. സ്ഥലപരിമിതിയുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട്. അവരെല്ലാം അന്വേഷിക്കുന്നത് എങ്ങനെ ചെറിയ സ്ഥലത്ത് മനോഹരമായ വീട് പണിയാമെന്നായിരിക്കും. അവർക്കെല്ലാം അനുയോജ്യമായ ഒരു മനോഹരമായ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അഞ്ച് സെന്റിൽ താഴെയായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ഒരു കോമ്പൗണ്ട് വാളും 2 സ്ട്രോങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കാർ പോർച്ച് വരുന്നത് ഈ ഏരിയയിലായിട്ടാണ്. വലിയ വാഹനങ്ങളും ചെറിയ വാഹനവും പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ളൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മോഡേൺ എലിവേഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത്. വീട് വടക്ക് ദിശയിലോട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. വീടിന് ഒരു അടിപൊളി സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് 3 സ്റ്റെപ്പുകളിലായിട്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിലായിട്ട് ഒരു ഡിസൈനർ ടൈല് കൊടുത്തിട്ടുണ്ട്. ടീക്കൂട്ടിലാണ് വീടിൻ്റെ ഡോറും വിൻഡോയും ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് വരുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഈ വീടിൻ്റെ ഫ്ലോറിംഗ് തന്നെയാണ്. ഭയങ്കര എലിഗൻ്റ് ആയിട്ടാണ് ഫ്ലോറിംഗ് കംപ്ലീറ്റും ചെയ്തിട്ടുള്ളത്. വീടിന് 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഡിഫറെൻറ്റ് കളർ പെയിൻറ് കൂടെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് ശേഷം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് സ്റ്റെയർകേസിന് താഴെയുള്ള ഈ ഒരു സൈഡ്. സാധാരണ ആര് വീട് പണിയുമ്പോഴും സ്റ്റെയർകേസിന് താഴെയുള്ള ഈ സൈഡ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ വീട്ടിൻ്റെ ആ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബുക്സും കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നീട് അതൊരു വാർഡ്രോബായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് സൈഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫ്ലവർ വേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പേസ് ആണ് ഇത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഈ സൈഡിൽ ഒരു ഡിഫറെൻറ്റ് കളർ തീമിലാണ് വാൾ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ 2 സൈഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഇന്റീരിയർ കളർ തീമിന് അനുസരിച്ചാണ് വാഷ്റൂം ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. രണ്ട് ഡിഫറെൻറ്റ് കളർ തീമിൽ ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. എല്ലാ കോർണേഴ്സിലും കോർണർ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്.
ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ വോളാണ്. ടൈലിൽ തന്നെയാണ് വോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള ടൈലാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് തീമാണ്. കിച്ചന് ശേഷമുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് നൽകുന്ന രീതിക്കുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ എക്സിറ്റ് ഡോർ വഴി പുറത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്പേസോട് കൂടിയിട്ടാണ് അഡീഷണൽ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ബോർവെല്ലിന്റെ സെറ്റിംഗ്സും ചെയ്തിട്ടുള്ളത്. ലിവിംഗ് സ്പേസും 2 ബെഡ്റൂമും കിച്ചണും ഡൈനിങ്ങും അടങ്ങുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. മുകളിലേക്ക് കയറി വരുമ്പോൾ ഒരു നീളത്തിലുള്ള ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിനോടനുബന്ധിച്ചാണ് ഒരു ബെഡ്റൂമും 2 ഓപ്പൺ ടെറസും നൽകിയിരിക്കുന്നത്. താഴത്തെ 2 മുറികളെ അപേക്ഷിച്ച് ഈ ബെഡ്റൂം കുറച്ച് ചെറുതാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ 2 സൈഡായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു കോർണർ ഷെൽഫും അതേപോലെ വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഫ്രീ ടൈം ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഈ ബാൽക്കണി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.